എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UPSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എല്ലാവർക്കും അറിയാം, UPSC വഴി ധാരാളം നോട്ടിഫിക്കേഷൻസ് എല്ലാ കൊല്ലവും വിളിക്കാറുണ്ട്. കേരളത്തിലെ PSC അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ജോലികളായ SSCയുടെ വെബ്സൈറ്റ് പോലെ UPSC വഴി നിങ്ങൾക്ക് IAS സിവിൽ സർവീസ് എക്സാം, NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി, CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന വെബ്സൈറ്റാണ് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, വൺ ടൈം ക്രിയേഷൻ ചെയ്യണം. ഇത് പുതിയ വെബ്സൈറ്റാണ്. പഴയ വെബ്സൈറ്റ് ഇപ്പോൾ SSC പോലെ തന്നെ പഴയ വെബ്സൈറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇനി അപേക്ഷ അയക്കാൻ പറ്റില്ല. പുതിയ വെബ്സൈറ്റിൻ്റെ OTR വൺ ടൈം രജിസ്ട്രേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പോൾ ഇതാണ് UPSC ഒഫീഷ്യൽ വെബ്സൈറ്റ്. UPSC online.nic.in ആണ്. പഴയത് gov.in ആണ്, പുതിയത് NIC. ശ്രദ്ധിക്കുക, UPSC online.nic.in. ഗൂഗിളിൽ കയറുക, അതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക UPSC online.nic.in. അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്താലും ഈ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓൺ ആക്കുക, അതല്ല ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കാണാം, ഒന്നാമത്തെ ഓപ്ഷൻ. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് OTR വീഡിയോ, വൺ ടൈം ക്രിയേഷൻ എല്ലാവരും ചെയ്യണം. ആദ്യമായിട്ട് PSC രജിസ്റ്റർ ചെയ്യുന്ന പോലെ, SSC രജിസ്റ്റർ ചെയ്യുന്ന പോലെ UPSCയിൽ നിങ്ങൾ വൺ ടൈം ക്രിയേഷൻ ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് ഫോർ ക്രിയേറ്റിംഗ് യുവർ അക്കൗണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഡിക്ലറേഷൻ്റെ അവിടെ ബോക്സ് ഉണ്ട്, അവിടെ ടിക്ക് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ഫോർ അക്കൗണ്ട് ക്രിയേഷൻ കൊടുത്തു. ഇനി നിങ്ങൾ സ്റ്റെപ്പ് 2 ഇമെയിൽ ID വെരിഫൈ ചെയ്യണം. നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് കൺഫേം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ച, ഫോണിൽ കാണുന്ന ക്യാപ്ച നിങ്ങൾ തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുത്ത് ഇമെയിൽ IDയിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. ആ ഒരു OTP ഇവിടെ വെരിഫൈ ഇമെയിൽ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ ഇമെയിൽ കൊടുക്കുക. അപ്പോൾ OTP വെരിഫൈ ആയിട്ടുണ്ട്. ഇമെയിൽ ID വെരിഫൈഡ് സക്സസ്ഫുള്ളി. ഓക്കെ കൊടുത്തോളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇമെയിൽ IDയിലെ OTP വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് മൊബൈൽ നമ്പർ വെരിഫിക്കേഷനാണ്. മൊബൈൽ നമ്പർ, നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. OTP പോവും. ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് രണ്ടാമത് കൺഫേം ചെയ്ത് കൊടുക്കുക. ഇമെയിൽ കൊടുത്ത പോലെ ഇതും കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പറിലേക്കും ഇതുപോലെ OTP പോവും. അപ്പോൾ എൻ OTP ഹാസ് ബീൻ സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. OTP പോയിണ്ടാവും. ആ ഒരു OTP നിങ്ങൾ നോക്കുക. അതിനുശേഷം ഇവിടെ വെരിഫൈ OTPയുടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ മൊബൈൽ നമ്പർ കൊടുക്കുക. എൻ്റർ ചെയ്തപ്പോൾ മൊബൈൽ നമ്പർ വെരിഫൈഡ് സക്സസ്ഫുള്ളി. ഓക്കെ കൊടുത്തു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് കൊടുക്കുമ്പോൾ പാസ്വേഡിൻ്റെ പോളിസി കാണാം. മിനിമം 8 ക്യാരക്ടർ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് ക്യാരക്ടർ, അതായത് A to Z, A മുതൽ Z വരെയുള്ള ലെറ്റർ നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ പേര് കൊടുത്താലും മതി. പിന്നെ പാസ്വേഡിൽ ലോവർ കേസും വേണം, അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നിങ്ങൾക്ക് ഉണ്ടാവണം. 8 ക്യാരക്ടർ വേണം. പാസ്വേഡിൽ അറ്റ്ലീസ്റ്റ് 1 നമ്പർ, ഒരു നമ്പറെങ്കിലും വേണം. പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, അതായത് അറ്റ്, സ്റ്റാർ തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൊടുക്കുക. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പേര്, ഇപ്പം നിങ്ങളുടെ പേര് രാഹുൽ എന്നാണെങ്കിൽ രാഹുൽ @123 ആ ഒരു ലെവലിൽ നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ മറക്കും ചെയ്യില്ല. പേരിൻ്റെ കൂടെ @123 അതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ കൊടുത്തോളൂ. അപ്പോൾ അത് മറക്കും ചെയ്യില്ല. അപ്പോൾ അത് ഇവിടെ പാസ്വേഡിൻ്റെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ കൊടുത്ത പാസ്വേഡ് നിങ്ങളിവിടെ കൺഫേം ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് യുവർ അക്കൗണ്ട്. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുത്തോളൂ. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. വൺ ടൈം ക്രിയേഷൻ കഴിഞ്ഞു. കണ്ടിന്യൂ ടു ലോഗിൻ കൊടുക്കുക. അപ്പോൾ വൺ ടൈം ക്രിയേഷൻ, വൺ ടൈം രജിസ്ട്രേഷൻ OTR സക്സസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 3 രീതിയിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം കാണുന്ന ക്യാപ്ച കൊടുത്ത് സെൻഡ് OTP കൊടുത്ത് ലോഗിൻ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് URN പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. അതുമല്ലെങ്കിൽ ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കാണുന്ന ക്യാപ്ച കൊടുത്ത് സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ആവാൻ പറ്റും. ഈ 3 രീതിയിൽ നിങ്ങൾക്ക് ഇനി മുതൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു വെച്ചോളൂ. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമാണ് തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു വയ്ക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആക്റ്റീവായിട്ട് കിടക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേജിൽ വന്നിട്ട് നിങ്ങൾ 3 ലൈൻ കാണാം, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേഷൻ
എക്സാമിനേഷൻ, ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെ 3 ഓപ്ഷൻ കാണാം. അക്കൗണ്ട് ക്രിയേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ടൈം ക്രിയേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. വീണ്ടും 3 ലൈൻ ക്ലിക്ക് ചെയ്തു. എക്സാമിനേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എക്സാമിനേഷൻ നോട്ടീസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആക്റ്റീവായിട്ട് കിടക്കുന്ന നോട്ടിഫിക്കേഷൻസ് വീഡിയോ ചെയ്യുന്ന അന്ന് പറയുകയാണെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ NDA നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. മെയ് 28 ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതും മെയ് 28 ജൂൺ 17 ആപ്ലിക്കേഷൻ എൻഡ് ആവുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ PDF ലിങ്കും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കമ്പൈൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ CDS വന്നിട്ടുണ്ടായിരുന്നു. മെയ് 28 ആപ്ലിക്കേഷൻ തുടങ്ങുന്നതും നോട്ടിഫിക്കേഷൻ വന്നതും ആപ്ലിക്കേഷൻ എൻഡ് ആവുന്നതും ജൂൺ 17 ഇതുപോലെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ നോട്ടീസിൽ ഇതുപോലെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് വെച്ചോളൂ. വൺ ടൈം ക്രിയേഷൻ ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഡെയിലി അപ്ഡേറ്റ്സുകൾ, യൂണിഫോം ജോബിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി, പ്രോപ്പറായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. മാക്സിമം എല്ലാവരിലേക്കും വീഡിയോ അയച്ചു കൊടുത്തോളൂ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് UPSC. തള്ളിക്കളയേണ്ട ധാരാളം നോട്ടിഫിക്കേഷൻസ് എല്ലാ വർഷവും വിളിക്കാറുള്ള UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വൺ ടൈം ക്രിയേഷൻ വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ മൊബൈൽ നമ്പറും URN ഇമെയിൽ ID വെച്ച് നിങ്ങൾക്ക് ഇനി മുതൽ UPSCയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ബൈ.